അതിന്റെ പേരിൽ ആൽക്കഹോളോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. ഇന്നിപ്പോ ആ സുഹൃത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജിതിൻ എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ ഇരിക്കില്ലായിരുന്നു അല്ലേ? ചാൻസ് കുറവാണ്. അവന്റെ മാല പണയം വെച്ചിട്ടുള്ള പൈസ എനിക്ക് ആവശ്യം തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ട്രേഡ് എടുക്കാനായിട്ട്. അളിയ നീ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ എത്താനുണ്ടാവില്ല. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ മനസ്സ് തകർന്നു പോയിട്ടുണ്ട്, അതായത് ഡൗൺഫാൾ വന്നിട്ടുണ്ട്, അപ്പൊ അതിന്റെ പേരിൽ ആൽക്കഹോളോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഒരു ദിവസം കൊണ്ട് ഞാൻ 1.5 ലക്ഷത്തിന്റെ അടുത്ത് കളഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് 15 മിനിറ്റ് എടുത്തു. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. പക്ഷെ അത് തിരിച്ചു പിടിക്കാൻ ഒരു 6 മാസം എടുത്തുട്ടാ. അന്ന് കിട്ടിയ ആ ഒരു ഫയർ, ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പഠിച്ചത്, ഇരുന്ന് പഠിച്ചു. അന്നാരാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അഭിജിത്ത് എന്നാണ് പേര്. ഇന്നിപ്പോ ആ സുഹൃത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജിതിൻ എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ ഇരിക്കില്ലായിരുന്നു അല്ലേ? ചാൻസ് കുറവാണ്. അവന്റെ മാല പണയം വെച്ചിട്ടുള്ള പൈസ എനിക്ക് ആവശ്യം തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ട്രേഡ് എടുക്കാനായിട്ട്. ഇന്ന് ആക്ച്വലി അവന്റെ ബിസിനസ്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണല്ലോ ഒരു സക്സസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പിരിക്കുമ്പോൾ എന്താണ് അഭിജിത്തിനോട് പറയുന്നത്? അളിയ നീ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ എത്താനുണ്ടാവില്ല. ആക്ച്വലി അന്ന് അവൻ തന്ന ഒരു സപ്പോർട്ട് നേരിട്ട് കണ്ടിട്ടില്ല. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള കമ്പനിയാണ്. അപ്പൊ ആ ഗ്രൂപ്പിൽ നിന്നുള്ള കമ്പനി ബേസിസിലാണ് ഇവൻ എന്നെ വിശ്വസിച്ച് ഈ പറഞ്ഞ പോലെ മാല പണം വെച്ച് പൈസ അയച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ എന്റെ ആദ്യത്തെ ഇനീഷ്യൽ ഫണ്ടിങ് ആണ്. പല ആളുകളും അപ്പോ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ വഴിയുള്ള ബന്ധങ്ങളൊക്കെ ഫേക്ക് ആണ്, അത് പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള നല്ല റിലേഷൻഷിപ്സ് ബിൽഡ് ആവുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിജിത്തിനെ പോലുള്ള ഫ്രണ്ട്സ് എല്ലാവർക്കും ആവശ്യമാണ്.